കബനി നദിയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ വയനാടൻ അതിർത്തി ഗ്രാമങ്ങൾ വരൾച്ചയുടെ പിടിയിൽ. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലകളിൽ വരൾച്ച രൂക്ഷമാണ്. ബംഗളൂരു നഗരത്തിൽ ജലക്ഷാമം രൂക്ഷമായതോടെ കബനിയിലെ കരുതൽ ജലം ഉപയോഗിച്ച് കർണാടക വിതരണം നടത്തിയതോടെയാണ് വയനാട്ടിലെ അതിർത്തി പ്രദേശങ്ങളിൽ വരൾച്ച രൂക്ഷമായത്. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഈ കടുത്ത ചൂട് വരൾച്ചയിലേക്ക് പോകുന്നു, നദികളിൽ വെള്ളമില്ലാത്ത സാഹചര്യം, ഇതൊക്കെ ഈ നദികളെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രദേശങ്ങളിലെ മനുഷ്യരെയൊക്കെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു ഈ ഘട്ടത്തിൽ? വയനാട്ടിൽ കടുത്ത ഉഷ്ണതരംഗ ജാഗ്രത അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും ഇല്ലെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും വരൾച്ച അല്ലെങ്കിൽ ചൂട് കഠിനമാകുന്നതോടുകൂടി വയനാടിന്റെ കാർഷിക മേഖലയെ പ്രത്യേകിച്ച് എത്രത്തോളം ബാധിക്കും എന്നതിൻ്റെ ഉള്ളൊരു നേർക്കാഴ്ചകളാണ്. ഇത് കബനി നദിയാണ്, വയനാട്ടിലുള്ള ഏക നദി. കർണാടകയിലേക്ക് പോകുന്ന നദി കബനിയിലൂടെ ഒഴുകി കർണാടക അതിർത്തിയിലേക്ക് എത്തി. ഈ നദിയിലെ ജലമാണ് ബംഗളൂരു നഗരത്തിൽ കാവേരി കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. മഴക്കാലത്ത് നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഈ കാണുന്ന സ്ഥലത്ത്, അതായത് ഈ പുഴയുടെ എതിർഭാഗത്ത് കാണുന്ന മണ്ണിന്റെ പാട്, പച്ചപ്പ് തുടങ്ങുന്ന അത്ര ഉയരത്തിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ വേനൽ കടുത്തു, വരൾച്ച രൂക്ഷമായതോടുകൂടി പ്രത്യേകിച്ച് വയനാടിൻ്റെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലകളിലൊക്കെ തന്നെ വരൾച്ച രൂക്ഷമാണ്. കബനി നദിയുടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. ഇതിന് തൊട്ടടുത്ത് കർണാടക അതിർത്തിയുമായി ബന്ധപ്പെട്ട അതിർത്തി തുടങ്ങുന്ന സ്ഥലത്ത് ബീച്ചർഹള്ളി ഡാമുണ്ട്, അവിടെ ഒരു അണക്കെട്ടുണ്ട്. ആ അണക്കെട്ടിലാണ് കർണാടക ഇത്തരത്തിൽ വെള്ളം ശേഖരിച്ചു വെക്കാറ്. ഇത്തവണ വരൾച്ച കൂടി വേനൽ രൂക്ഷമായതോടുകൂടി ആ നദിയിലെ ജലം കർണാടക അവിടെ നിന്ന് തുറന്നു വിട്ടു. അതോടുകൂടിയാണ് കബനിയിൽ രൂക്ഷമായ വരൾച്ച ഉണ്ടായത്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പാറക്കെട്ടുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നു. പുഴയിലൊക്കെ ചില ആളുകളൊക്കെ മീൻ പിടിക്കാനുമൊക്കെയായി ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം എതിർഭാഗത്ത് കൃഷിക്ക് വേണ്ടി ഇറക്കിയ മോട്ടോറിൻ്റെയും അതോടൊപ്പം ടാങ്കിൻ്റെയൊക്കെ പൈപ്പ് കരയിലേക്ക് തെളിഞ്ഞു കാണാം. അത്രത്തോളം ജലനിരപ്പ് താഴ്ന്നു എന്നുള്ളൊരു തെളിവാണ്. ഇവിടെ ചൂട് കൂടുതൽ തന്നെയാണ്. പക്ഷേ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം നഞ്ചയും പുഞ്ചയും 2 തവണ നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. വരൾച്ച രൂക്ഷമായതോടുകൂടി മിക്ക പമ്പ് സെറ്റുകളിലും വെള്ളമില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട് ഇവിടെ? ചൂട് അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ട്, കൂടുതലാണ്. നമ്മളിപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഈ തണലത്ത് പുഴസൈഡാകുമ്പോൾ കുറച്ച് കാറ്റൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെക്കാളും ചൂട് കൂടുതലാണ് ഇത്തവണ. ഉണ്ട്, കഴിഞ്ഞ തവണ കുറച്ച് കൂടുതൽ തന്നെയാണ്. ഇതിലെ പുഴ കടന്ന് അക്കരയ്ക്ക് നടന്നു പോകാൻ പറ്റുമോ? അത്രയല്ലേ വെള്ളമുള്ളൂ? അത്രേ വെള്ളമുള്ളൂ, മുട്ടപ്പം വെള്ളമേ ഉള്ളൂ. വെള്ളം മഴക്കാലത്തൊക്കെ എവിടെ വരുത്തും? നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ എത്തും. ആര്യ, അത് തന്നെയാണ് ഈ വരൾച്ചയുടെ ഏറ്റവും തീവ്രമായൊരു മുഖം. അതായത് ഈ മഴക്കാലത്ത് വെള്ളം ഈ കാണുന്ന സ്ഥലത്തിന് മുകൾ ഭാഗം വരെ ഉണ്ടാകും. പക്ഷേ ഇത്തവണ വേനൽ കടുത്തതോടുകൂടി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എതിർഭാഗത്ത് ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പേടിപ്പിക്കുന്നതാണ്. അവിടെ ഒരു നദി ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് സംശയിച്ച് പോകുന്ന തരത്തിലാണ് ഇപ്പോൾ ആ നദിയുടെ അവസ്ഥയുള്ളത്. ഇതിപ്പോൾ അവിടുത്തെ കൃഷിയെയും കുടിവെള്ളത്തെയും ഒക്കെയും സാരമായി തന്നെ ബാധിക്കുന്നു. എന്താണ് ഇതിനൊരു പ്രതിവിധി? ആര്യ, അതായത് കൃത്യമായി ഈ മേഖലയിൽ ഒരു ഡാമോ അല്ലെങ്കിൽ അണക്കെട്ടോ പോലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ വയനാട്ടിലെ പ്രത്യേകിച്ച് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലയിലുള്ള ആളുകൾക്കൊക്കെ തന്നെ കാർഷിക കൃഷി എളുപ്പമാകും. കാരണം ജലസേചനത്തിന് കൃഷി അത്യന്താപേക്ഷിതമാണ്. ഇവിടെ 2 തവണയും നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇത്തവണ വേനൽ കടുത്തതോടുകൂടി പല മേഖലകളിലും നഞ്ചകൃഷി ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കർഷകരടക്കം പറയുന്നത്. ആര്യ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കബനി നദിയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കബനി നദിയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ വയനാടൻ അതിർത്തി ഗ്രാമങ്ങൾ വരൾച്ചയുടെ പിടിയിലായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളും വിവരണങ്ങളുമാണ് ദീപക് മോഹൻ നൽകിയത്.